സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്ത് ഉറപ്പിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ. കൂട്ടത്തിൽ ഒന്നാണിത്. വേറെ ഒന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുക. മൻസാറ ഖബരിഹി വജബത് ലഹു ശഫാഅത്തി. എന്നെ വന്ന് സിയാറത്ത് ചെയ്യുന്ന ആളുകൾക്ക് എന്റെ ശഫാഅത്ത് സ്ഥിരപ്പെട്ടു പോയി. ആ സിയാറത്ത് സുന്നത്തല്ലേ? ആ സിയാറത്ത് സുന്നത്താണ് സഹോദരങ്ങളെ. മഹാന്മാരായ പണ്ഡിതന്മാര് മുഴുവനും ഹജ്ജ് പറയുന്നിടത്താണ് മദീന സിയാറത്ത് പഠിപ്പിക്കുന്നത്. എന്താണ് അതിന്റെ കാരണം? കാലങ്ങൾക്ക് മുമ്പേ ഹജ്ജ് കഴിഞ്ഞാൽ മദീനയിൽ വന്ന് സിയാറത്ത് ചെയ്യുന്നൊരു പതിവുണ്ട്. അങ്ങനെ സിയാറത്ത് ചെയ്യാൻ പോകാൻ പാടില്ലാന്ന് മുസ്ലിങ്ങൾ ആദ്യമായിട്ട് പറഞ്ഞു കേൾപ്പിച്ചതാരാ? വിദേഹത്തുകാരാണ്. അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ, ഇൽമു കൊടുത്ത് അള്ളാഹു അവരെ നന്നാക്കട്ടെ, അവരെ ഷറിൽ നിന്ന് മുസ്ലിം ലോകത്ത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ സിയാറത്ത് പാടില്ല എന്ന് നേരത്തൊരൊറ്റ കുട്ടിയും അങ്ങനെ എഴുതിയിട്ടില്ല. അത് എഴുതാൻ ധൈര്യം കാണിച്ച ആള് ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ വന്ന ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ആദ്യം അതിന് ധൈര്യം കാണിച്ചത്. അയാളെ പേനയിൽ നിന്നാണ് അങ്ങനെ ഒരു സംഗതി ഉണ്ടായി തീർന്നത്. അതിനു മുമ്പും ശേഷമൊക്കെ അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് ഇൽമുള്ള എല്ലാ മഹാന്മാരും ഹജ്ജ് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സിയാറത്ത് ചെയ്തിട്ടുണ്ട്. തങ്ങളെ വഫാത്തിന് ശേഷം മക്കയിൽ താമസിച്ചിരുന്ന സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഹജ്ജ് കഴിഞ്ഞ ഉടനെ തന്നെ മദീനയിൽ വന്ന് സിയാറത്ത് ചെയ്തിട്ട് പിന്നെ മക്കയിലേക്ക് മടങ്ങിപ്പോകും. അങ്ങനെയാണ് പതിവ്. നമ്മളെ നാട്ടിലെ ആൾക്കാരുടെ അവസ്ഥ നോക്കി നിങ്ങൾ. പലരുടെയും ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് മക്കത്തും മദീനത്തും പോയാലും മദീന പള്ളിയിൽ ജമാഅത്തിന് കൂടിയാലും ഒരു സലാം പറയാം മുത്തുനബിതങ്ങൾക്ക്. എന്താ നബിതങ്ങൾ ഇവർ ചെയ്തത്? അവരെ വാപ്പാന ഖബറുകളൊക്കെ വന്നിട്ട് അവർ സലാം പറയുന്നു. പക്ഷേ മുത്തുനബിതങ്ങളെ ഹദറത്തിൽ പോയിട്ടൊരു സലാം പറയാൻ എന്തൊരു മടിയാണ് അവർക്ക്. എന്താണ് സഹോദരങ്ങളെ മുത്തുനബിതങ്ങൾ അവരെ ചെയ്തത്? അവരെ ഉള്ളിലുള്ള നിഫാഖ് അതിന് സമ്മതിക്കുന്നില്ല. ഇത്രയും മുടക്കി പോയിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോടൊരു പിണക്കം വേണോ? മൻ ഹജ്ജ ഫലം യസുർനി ഫഖദ് ജഫാനി. ഹജ്ജ് ജഞ്ചിന് വന്നിട്ട് എന്നെ സിയാറത്ത് ചെയ്യാതെ തിരിച്ചു പോകുന്നവൻ എന്നോട് പിണങ്ങിയവനാണ്. വിദൂര രാജ്യങ്ങളിൽ നിന്ന് സ്വഹാബത്ത് ഇടക്കിടക്ക് വന്ന് സിയാറത്ത് ചെയ്യുന്ന പതിവാണ്. അയിമ്മത്തുൽ അർബഅ മുഴുവനും സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ലോകത്തറിയപ്പെട്ട അഖ്താബുകൾ മുഴുവനും സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എത്ര വലിയ ഇൽമിന്റെ ഗോപുരങ്ങളാണ്. ഏതെങ്കിലും ഒരു തരത്തിൽ ആ സിയാറത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതാദ്യം ലോകത്ത് ചൂണ്ടിക്കാണിക്കേണ്ടത് അയിമ്മത്തുകളല്ലേ, മഹാന്മാരല്ലേ, അഖ്താബുകളല്ലേ. അവരൊക്കെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ആ സിയാറത്ത് വലിയ ഫലമുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത്, വാങ്ങിന് ശേഷം ഇഖാമത്തിന് ശേഷം ദുആ ഒഴിവാക്കരുത്, സ്വലാത്ത് ഒഴിവാക്കരുത്. അതൊന്നും പതിവാക്കണം. അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ഉറപ്പിക്കാൻ പറ്റുന്ന വലിയ ഒരു സംഗതിയാണത്. അഞ്ചാമതായി മഹാനവറുകൾ പഠിപ്പിക്കുന്നു, ഇൻദൽ ഖിയാമിലി സ്വലാത്തിൽ ലൈലി മിനൻ നൗം. രാത്രിയിൽ ഒരാൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു തഹജ്ജുദ് നിസ്കരിക്കാൻ ഒരുങ്ങുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒന്ന് സ്വലാത്ത് ചൊല്ലണേ. ഹദീസിൽ കാണാം, യൽഹഖുല്ലാഹു ഇലാ റജുലൈനി. 2 തരം ആളുകളിലേക്ക് അല്ലാഹു സന്തോഷത്തിന്റെ നോട്ടം നോക്കുന്നു. റജുലുൻ ലഖിയൽ അദുവ വഹുവ അലാ ഫറസിൻ മിൻ അംസലി ഖൈലി അസ്ഹാബിഹി ഫൻഹസമു വതബതാ. അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. കൂടെയുള്ള ആളുകൾ പലരും ശത്രുപക്ഷത്തെ കണ്ടപ്പോ പേടിച്ചവര് പിന്തിരിഞ്ഞു പോയി. ഈ മനുഷ്യൻ പടക്കളത്തിൽ അങ്ങനെ ഉറച്ചു നിന്നു. ആ മനുഷ്യനോട് അല്ലാഹുവിന് വലിയ സന്തോഷമാ. മുന്നിൽ ഒരുപാട് ശത്രുക്കളെ കണ്ടിട്ടും പേടിച്ച് വരണ്ടോടിയില്ല. നല്ല മനോധൈര്യത്തോടെ ഉറച്ചു നിന്ന ആ വ്യക്തിയിലേക്ക് അല്ലാഹു അവന്റെ
തൃപ്തിയുടെ നോട്ടം നോക്കുന്നു. ഫൈൻ ഖുതില ഉസ്തുഷ്ഹിദ, അതെ അയാൾ അവിടെ കൊല്ലപ്പെട്ടാൽ ഷഹീദായി, ഷഹാദത്തിന്റെ പ്രതിഫലം ലഭിച്ചു. വൈൻ ബഖിയ, അയാളെ തൊടാൻ ധൈര്യം കാണിക്കാതെ ശത്രുക്കൾ തിരിച്ചുപോയാലോ അയാള് വിജയിച്ചു പോയി. തിരിച്ചു ഒളിച്ചോടി പോകാൻ പാടില്ലല്ലോ, ഉറച്ചു നിൽക്കണ്ടേ, ഈമാന്റെ ഭാഗല്ലേ. അപ്പൊ അയാളെ ഈമാന് കണ്ടിട്ട് അല്ലാഹു തആല സന്തോഷിക്കാണ്. നല്ല ഈമാനുള്ള മനുഷ്യനാണ്. അപ്പുറത്ത് എത്ര ആളുകൾ വന്നിട്ടും തിരിച്ചുവിടുന്ന പരിപാടിയില്ല. രണ്ടാമത്തെ ആൾ ആരാണ്? വറജുലുൻ ഖാമ ഫീ ജൗഫിൽ ലൈൽ, അർദ്ധരാത്രിയിൽ എഴുന്നേറ്റു ലാ യഅലമു ബിഹി അഹദുൻ, അയാൾ എഴുന്നേൽക്കുന്നത് ആരും അറിയുന്നില്ല. എന്നിട്ട് ഉളു എടുത്തു, പൂർണ്ണമായി ഉളു എടുത്തു, അല്ലാഹുവിനെ സ്തുതിച്ചു, അല്ലാഹുവിനെ പ്രകീർത്തിച്ചു. വസല്ലാ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, രാത്രി നട്ടപ്പാതിരാക്ക് നിസ്കരിക്കാൻ എണീറ്റ മനുഷ്യന് അല്ലാഹുവേ നീ എനിക്ക് വലിയ ഭാഗ്യം തന്നല്ലോ, പലരും ഉറങ്ങുമ്പോഴും ഉറക്കത്തിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിച്ചല്ലോ, ഈ നിസ്കാരത്തിന് എനിക്ക് തൗഫീഖ് തന്നല്ലോ. അല്ലാഹുവിന് സ്തുതി പറഞ്ഞിട്ട് എനിക്ക് സ്വലാത്തും ചൊല്ലി വസ്തഫ്തഹൽ ഖുർആൻ, ശേഷിക്കുന്ന സമയത്ത് ഖുർആൻ ഓതി തുടങ്ങി. ഫദാകല്ലദീ യദ്ഹഖുല്ലാഹു ഇലൈഹി, ആ മനുഷ്യനെയും അല്ലാഹു തൃപ്തിയോടെ നോക്കുന്നു. രാത്രി അർദ്ധരാത്രി സമയത്ത് എഴുന്നേൽക്കുമ്പോ തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന ഉമ്മമാരോട്, ഉപ്പമാരോട്, സഹോദരങ്ങളോട് പറയട്ടെ, അള്ളാഹുവിനെ സ്തുതിക്കാറില്ലേ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്തും ചൊല്ലണം. നിസ്കാരം കഴിഞ്ഞിട്ട് സമയം കിട്ടുകയാണെങ്കിൽ ഖുർആൻ ഓതണം. ഖുർആനോത്തിന് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം അത് സുബഹിക്ക് നേരം ശേഷമല്ല, ഇശാ മഗ്രിബിന്റെ ഇടയിലല്ല. ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം വഖ്തു സഹരി, അത്തായത്തിന്റെ സമയമാണ്. ഓതാൻ ഒരു പേജാണോ കിട്ടുന്നത്, അപ്പോൾ ഓതണം. അത്ര മഹത്വമുള്ളൊരു നേരം 24 മണിക്കൂറിൽ വേറെ ഇല്ല. മഹാന്മാരെങ്ങനെ ചെയ്യൽ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രാത്രി നിസ്കരിക്കാൻ എഴുന്നേറ്റാൽ ഖുർആൻ ഓതും. ഒരു നിശ്ചിത അളവിൽ ഖുർആൻ ഓതി കഴിഞ്ഞാൽ കൂടുള്ള ആളോട് ചോദിക്കും വാങ്കൊടുത്തു നോക്കും, ഇല്ല വാങ്കൊടുത്തില്ല എന്നറി. വാങ്കൊടുക്കുന്നവരെ ഇസ്തിഗ്ഫാർ ചൊല്ലും, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, ഇസ്തിഗ്ഫാർ അങ്ങനെ ചൊല്ലും. ബില്ലസ്ഹാരികും യസ്തഗ്ഫിറൂൻ, അത്തായത്തിന്റെ സമയത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അപ്പൊ ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലും. വാങ്കൊടുക്കുന്നവരെ ഇസ്തിഗ്ഫാർ ചൊല്ലും. വാങ്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നിസ്കരിച്ച് വേഗം പള്ളിയിലേക്ക് പുറപ്പെടും. അങ്ങനെയാണ് പതിവ് ശൈലി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശൈലി അങ്ങനെയാണ്. അപ്പൊ നമ്മളും അത്തായത്തിന്റെ സമയത്ത് രാത്രി എഴുന്നേറ്റാൽ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ മനുഷ്യൻ സ്വലാത്ത് ചൊല്ലണം. പിന്നെ പറയുന്നു ആറാമത് ബഅദൽ ഫറാഗി മിനത്ത് തഹജ്ജുദി, തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ടും സ്വലാത്ത് ചൊല്ലണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി രാത്രി എഴുന്നേൽക്കുമ്പോൾ വുളു എടുക്കാനുള്ള വെള്ളം ഞങ്ങൾ റെഡിയാക്കി വെക്കും. മിസ്വാക്കും തന്നെ നല്ലോണം വൃത്തിയാക്കി ഒരു ഭാഗത്ത് വെക്കും. രാത്രി തങ്ങൾ എഴുന്നേറ്റാൽ വുളു എടുത്ത് മിസ്വാക്ക് ചെയ്ത് വുളു എടുക്കും. അങ്ങനെ പിന്നെ തങ്ങൾ നിസ്കരിക്കും. 9 റക്അത്ത് നിസ്കാരം കഴിഞ്ഞ് അതേ ഈ രണ്ട് റക്അത്തായി നിസ്കരിച്ച് പിന്നെയും 2 റക്അത്ത് നിസ്കരിക്കും. 1 റക്അത്ത് വിത്ർ കൂടി ബാക്കിയുണ്ടാകും. അതിനിടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് അല്പം വിശ്രമിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുമ്പോ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് പഠിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നെ 1 റക്അത്ത് വിത്റും കൂടി നിസ്കരിക്കുന്നു.